അപ്പോൾ നമ്മുടെ ഹിമാലയൻ ബൈക്ക് ട്രിപ്പിൻ്റെ 20ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ നമ്മൾ താമസിച്ചത് കൽപ്പ വില്ലേജിലാണ്. അവിടെ ഒരു നിർവാണ ഹോം സ്റ്റേയിലാണ്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെടാൻ വൈകി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഏകദേശം 12:30 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. നമ്മളിപ്പോൾ പോകുന്നത് നാക്കോ എന്ന വില്ലേജിലേക്കാണ്. കാസയിലേക്ക് 225 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഓടിയെത്തത്തില്ല. നമ്മൾ പോകേണ്ടത് മൂറാങ്, പൂഹ് തുടങ്ങിയ വില്ലേജ് കടന്നിട്ടാണ്. നാക്കോയാണ് പിന്നീട് കൂടുതൽ ഹോം സ്റ്റേ ഒക്കെ കിട്ടുന്ന ഒരു ആളുകളുടെ ഇടത്താവളമായിട്ട് വരുന്നത്. ഇടയ്ക്ക് പൂഹ് വില്ലേജിൽ ഉണ്ട്, പക്ഷേ കുറച്ച് ഹോട്ടലുകളും ഹോം സ്റ്റേകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മുടെ നാക്കോ വില്ലേജിലേക്ക് പോവുകയാണ്. സത്ലജ് നദിയുടെ തീരത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ യാത്ര തുടങ്ങിയ സമയം മുതൽ, സെയിഞ്ച് മുതൽ നമ്മൾ കാണുന്നതാണ് സത്ലജ് നദി. പിന്നെ ഉഗ്ര റോഡാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. ഇങ്ങനെ മല വെട്ടി തുരന്നാണ് ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊടും വളവാണ്. ഓവർ സ്പീഡ് ഇവിടെ പാടില്ല. ചിലയിടത്തൊക്കെ കല്ല് മുകളിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ബോർഡ് കാണുന്നുണ്ട്. ഇങ്ങനെ കല്ല് വീഴും. ഷൂട്ടിംഗ് സ്റ്റോൺ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. മുകളിൽ നിന്ന് കല്ല് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ പുറത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. ബൈക്കേഴ്സിനൊക്കെ അത് ഭയങ്കര അപകടകരമാണ്. കാറാണെങ്കിൽ ചെറിയ കല്ലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ചെറിയ ഒരു 100 ഗ്രാം വെയിറ്റുള്ള കല്ല് പോലും നമുക്ക് പെട്ടെന്ന് തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ വീഴും, വണ്ടിയും വീഴും, താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഡേഞ്ചർ ഇതിനകത്തുണ്ട്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. എപ്പോഴും മുകളിൽ നിന്ന് ഇങ്ങനെ കല്ല് താഴേക്ക് വീഴുന്നുണ്ട്. പലയിടത്തും കല്ല് വീണ് കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആളുകൾ, ജോലിക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടിയിൽ വന്നിട്ട് അതിനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ കല്ലുകളാണ്, യമണ്ടൻ കല്ലുകളാണ്. ഇതാണ് സംഗതി. ഈ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കാസ, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് കാസ, ആ റോഡിലേക്ക് പോകുമ്പോൾ, ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത്, എപ്പോഴും പറയാറുള്ളതാണ്, താഴെ അഗാധമായ കൊക്കയാണ്, കൊടും വളവുകളാണ്, അതുപോലെ മല തുരന്നിട്ടുള്ള റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് റോഡ് ഓഫ് റോഡാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പലപ്പോഴും ഓവർ സ്പീഡിൽ വണ്ടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിനേക്കാൾ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ ഈ മുകളിൽ നിന്ന് വീഴുന്ന കല്ലാണ്. പലപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ലക്ക് തന്നെയാണ് പലപ്പോഴും. ഈ കാണുന്ന പൂ വില്ലേജാണ്, POOH, പൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കാസയിലേ ഉള്ളൂ. മുമ്പൊരു വീഡിയോയിൽ ഞാൻ കണ്ടത് പൂ വില്ലേജിൽ നിന്ന് മാക്സിമം പെട്രോൾ അടിച്ചത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകണം, കാസയിൽ പെട്രോൾ പമ്പ് ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞത്, അന്വേഷിച്ചപ്പോൾ കാസയിൽ പെട്രോൾ പമ്പ് ഉണ്ടെന്നാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിക്കുകയാണ്. ഇവിടുന്ന് 150 കിലോമീറ്ററാണ് നമുക്ക് കാസയിലേക്കുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം ഒരു 300, അവിടെ കറങ്ങാനും എല്ലാം കൂടെ ചേർത്ത് ഒരു 350 കിലോമീറ്ററാണ്. ഫുൾ ടാങ്ക് അടിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പോയിട്ട് തിരിച്ചൊരാളുടെ പെട്രോൾ ഉണ്ടാവും.
ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഖാബ് എന്ന സ്ഥലമാണ്. KHAB, ഖാബ് എന്ന സ്ഥലമാണ്. ഒരു കുഞ്ഞു സ്ഥലമാണ്, ഇവിടെ ഒന്നുമില്ല. ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ സത്ലജ് നദിയും നമ്മുടെ സ്പിതി നദിയും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. ഇവിടെ പാലത്തിൻ്റെ അടിയിൽ ചെറിയൊരു ധാബ കണ്ടു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് ഖാബ് എന്നൊരു സ്ഥലത്താണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ പാലത്തിനടിയിൽ ചെറിയൊരു കഫേ ഉണ്ട്. ഒരു വെജ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ആ പാലം കടന്നാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നത് സത്ലജ് നദിയാണ്. സത്ലജ് നദിയുടെ കുറുകെയാണ് ഈ പാലം ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത, വേറെ നദി ഇതിനകത്ത് വന്ന് ചേരുന്നുണ്ട്. ആ ചേരുന്ന ചെറിയ നദി അത് സ്പിതി റിവറാണ്. നമുക്കിനി പോവേണ്ടത് മുകളിലേക്കാണ്. ആ റോഡെയാണ് നമുക്ക് പോവേണ്ടത്. റെക്കോംപിയോ കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹാൾട്ടിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ നാക്കോ വില്ലേജാണ്. ഏകദേശം 11,000 അടി ഉയരത്തിലാണ് നാക്കോ വില്ലേജ് ഉള്ളത്. അവിടെ ഒരുപാട് ഹോം സ്റ്റേകൾ കിട്ടും. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് 500 രൂപയ്ക്കുണ്ട്, 1000 ഉണ്ട്, 2000 ഉണ്ട്. പക്ഷെ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. അതുപോലെ ഫുഡൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതാണ് കൂടുതൽ ആളുകൾ അവിടെ ഹോം സ്റ്റേ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഖാബൊക്കെ കഴിഞ്ഞ് നമ്മൾ നാക്കോയിലേക്ക് പോവുകയാണ്. നാക്കോയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ കൃഷിക്ക് പറ്റിയ ഒരു സംഗതിയൊന്നുമല്ല, ഒരു ഭൂപ്രകൃതി അല്ല. പക്ഷേ അവിടെ ഒരു കൃത്രിമമായിട്ടൊരു കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ താഴെ ഒരു വില്ലേജും ഉണ്ട്. ഇവിടെ ആപ്പിളിന് പറ്റിയൊരു കാലാവസ്ഥയാണ്. നന്നായി വിളയും ആപ്പിൾ. ഇവിടെ കൂടുതലും ആപ്പിൾ കൃഷി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആപ്പിൾ കൃഷി ചെയ്യുന്നത്. തൊട്ട് താഴെ ഒരു ഗ്രാമമുണ്ട്. അങ്ങനെ നമ്മൾ നാക്കോയിലെത്തി. നാക്കോയിൽ ഒരു ഹോം സ്റ്റേ എടുത്തു.
കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു റൂമാണ്. അധികം പൈസയൊന്നും അവർ ചോദിച്ചിട്ടില്ല, നമുക്ക് അഫോർഡബിൾ തന്നെയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് അപാരം എന്ന് പറയുന്നത്. കിടിലമാണ്, സൂപ്പർ വ്യൂ ആണ്. ഈ ഹോം സ്റ്റേയുടെ തൊട്ട് താഴെ അവർ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. 6 മണി സമയത്തുള്ള ആകാശത്തിൻ്റെ കാഴ്ചകളാണ് ഇതെല്ലാം. നല്ല തണുപ്പുണ്ട്. ഒരു 11,000 മേലാണ് ഇവിടുത്തെ ഉയരം. 11,000 അടിക്ക് മേലാണ് ഉയരം. ഇവിടുത്തെ ആളുകളൊക്കെ വെറും പാവപ്പെട്ട ആളുകളാണ് കേട്ടോ. പാവങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ കള്ളത്തരമൊന്നും ഉള്ളവരല്ല കേട്ടോ. ഇതാണ് അവരുടെ അടുക്കള. ഡോർജെ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഒരു പാവം മനുഷ്യ കേട്ടോ. നല്ല ചിരിയൊക്കെയാണ് കേട്ടോ, നന്നായി ചിരിക്കുകയൊക്കെ ചെയ്യും. നിഷ്കളങ്കമായ ചിരിയാണ്. ഇവിടുത്തെ അടുക്കള സെറ്റപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിൽ ഇവരെ കൂടെ താമസിക്കുകയാണെങ്കിൽ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം. തറയിലിരുന്ന് ഇങ്ങനെ ചമ്മണം പടിഞ്ഞിരുന്നാണ് ഫുഡ് കഴിക്കേണ്ടത്. അല്ല ഡൈനിങ് ടേബിൾ കസേര പരിപാടിയൊന്നും ഇവിടെയില്ല. ഇത് എന്താണ്, വെള്ളം ചൂടാക്കുകയൊക്കെ ചെയ്യുന്ന സംഗതിയാണിത്. ഇത് പുള്ളിയുടെ അച്ഛനാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വെണ്ടയ്ക്കയില്ലേ, വെണ്ടയ്ക്ക കിട്ടിയട്ടോ. റൊട്ടി ഡാൽ കറി വെണ്ടയ്ക്ക മസാല.